എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോജോ ബി ജോസഫ്, കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ്. അടുത്തിടെ നടന്ന രണ്ട് സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തേത് എൻ്റെ ഒരു പേഷ്യൻ്റെ കാര്യമാണ്. വൻകുടൽ ക്യാൻസർ സർജറി കഴിഞ്ഞ പേഷ്യൻ്റ്, ഓറൽ കീമോതെറാപ്പി, അതായത് ഇഞ്ചക്ഷൻ അല്ലാത്ത കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് 5 സൈക്കിള് സക്സസ്ഫുൾ ആയിട്ട് പോയി. ആ 6ാമത്തെ സൈക്കിൾ കഴിഞ്ഞ് 10ാം ദിവസമായപ്പോഴത്തേക്കും വല്ലാത്ത റിയാക്ഷനായിട്ട് പേഷ്യൻ്റ് തിരിച്ചു വരുന്നു. പേഷ്യൻറ്റിനെ ഐ സിയുവിൽ അഡ്മിറ്റ് ചെയ്തു. ഏതാണ്ട് 15-20 ദിവസത്തോളം ഐ സിയുവിൽ കിടക്കേണ്ടി വന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഈ പേഷ്യൻ്റ് എന്താണ് ഇതിന് സംഭവിച്ചതെന്ന് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് ഈ പേഷ്യൻ്റ് കഴിച്ചുകൊണ്ടിരുന്ന മരുന്നിൻ്റെ പേര് ക്യാപ്പസിറ്റാബിൻ എന്നാണ്. ഈ ക്യാപ്പസിറ്റാബിൻ മരുന്ന് 5 സൈക്കിൾ വളരെ സുഗമമായി പോയി. അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു യൂട്യൂബ് ഡോക്ടർ പറയുന്നത് കേട്ട് പുള്ളി വളരെ ഹൈ ഡോസ് ആയിട്ടുള്ള സപ്ലിമെൻ്റ് കഴിക്കാൻ തുടങ്ങി. അതായത് അതിന് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നാണ്, നല്ലതാണ് ശരീരത്തിന്, ഈ കീമോതെറാപ്പിയുടെ എഫക്റ്റൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും എന്ന് പറഞ്ഞ് കഴിച്ചതാണ്. അപ്പോൾ അതിലുണ്ടായിരുന്ന ഹൈ ഡോസ് വൈറ്റമിൻ ബി കോംപ്ലക്സും ഇതുമായിട്ട് പ്രതിപ്രവർത്തനം ഉണ്ടായി, റിയാക്ഷൻസ് ഓവറായി, പേഷ്യൻ്റ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയുകയാണ്. മറ്റൊരു സംഭവം പറയുന്നത് ഒരു റേഡിയേഷൻ പേഷ്യൻ്റെ കാര്യമാണ്. റേഡിയേഷൻ കഴിഞ്ഞ് പേഷ്യൻ്റ് തിരിച്ചു വന്നു. അപ്പം പേഷ്യൻറ്റിൻ്റെ മുഖത്താണ് റേഡിയേഷൻ എടുത്തിരുന്നത്. ഒരു റിയാക്ഷൻസും ഒന്നും കാണാനില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചു എന്ത് പറ്റി. അപ്പോൾ പറഞ്ഞു, അത് ഡോക്ടറെ, എല്ലാവരും ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും റിയാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു ഡോക്ടർ എന്ന് പറയുന്നത് കേട്ടു, നമ്മുടെ എന്ത് അസുഖത്തിനും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ പറ്റുന്ന മരുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പം പുള്ളി വളരെ ഹൈ ഡോസ് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഗുളികകളാണ് ഇത് പറയുന്നത് കേട്ട് കഴിച്ചത്. സത്യത്തിൽ എന്താണ് സംഭവിക്കുക? ആ റേഡിയേഷൻ്റെ യാതൊരു എഫക്റ്റും പുള്ളിക്ക് കിട്ടില്ല, അസുഖം തിരിച്ചു വരും. ഈ രണ്ട് സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഭൂരിഭാഗം വീഡിയോസും വരുന്നത് സപ്ലിമെൻറ്റ്സിനെ കുറിച്ചാണ്. അതായത് ആയുസ് കൂട്ടാൻ, ആരോഗ്യം വർദ്ധിപ്പിക്കാൻ, മുഖകാന്തി വർദ്ധിപ്പിക്കാൻ, സെക്ഷുവൽ ഫങ്ഷൻ കൂട്ടാനായിട്ട്, അങ്ങനെ പറയാത്ത കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും സപ്ലിമെൻറ്റ്സ് കഴിക്കൂ. ഇതാണ് ഈ മിക്ക വീഡിയോയുടെയും കണ്ടന്റ്. ഞാൻ ഈ വീഡിയോകളെല്ലാം കണ്ടു നോക്കിയപ്പോൾ ഇതെല്ലാം ആരാണ് ചെയ്യുന്നതെന്ന് നോക്കി. അപ്പോൾ എല്ലാവരും ഡോക്ടർമാരാണ്. അപ്പോൾ ഞാൻ വീണ്ടും നോക്കി, ഇവരെല്ലാവരും ഡോക്ടർ എന്ന് പറയുന്നതല്ലാതെ എന്തിന് ഡോക്ടറെന്നോ ഏത് വിഷയത്തിന് ഡോക്ടറെന്നോ ഒന്നും ഇവരാരും പറഞ്ഞു കണ്ടില്ല. അന്വേഷണം നടത്തിയപ്പോൾ കണ്ടത് എല്ലാ ഈ ടൈപ്പ് സപ്ലിമെൻ്റ് വീഡിയോസും ഒന്നുകിൽ ഇവർ യോഗ ഡോക്ടറായിരിക്കും, നാച്ചുറോപ്പതിയിൽ ഡിഗ്രി ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടറായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ PhD എടുത്ത് ഡോക്ടറായവരായിരിക്കാം. അല്ലാതെ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറും ഈ സപ്ലിമെൻ്റ് കഴിക്കണമെന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, വൈറ്റമിൻസ്, മിനറൽസ്, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്, അതിൻ്റെ മെറ്റബോളിസവും കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നത് മോഡേൺ മെഡിക്കൽ സയൻസിലാണ്, അല്ലെങ്കിൽ മോഡേൺ സയൻസിലാണ്. ഈ പറഞ്ഞ ശാസ്ത്രശാഖകളൊന്നും ഈ പറഞ്ഞ രീതിയിലുള്ള സയൻസിലോട്ട് വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആൾക്കാരെ ഇതുപോലെ കുടിയിൽ ചാടിക്കുന്നതിനെതിരെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം. ചില അണ്ണന്മാരാണെങ്കിൽ അവരുടെ വിശ്വാസ്യത കൂട്ടാൻ വേണ്ടി ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്ന് പറയും. പക്ഷേ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴോ പുള്ളി പഠിച്ചിരിക്കുന്ന യോഗയും. അപ്പോൾ ഇതിനൊക്കെ ഒരു സാധാരണ ഇത് കാണുന്ന ആൾക്കാർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് ഇന്നത്തെ വീഡിയോ. ഇനി നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഞാൻ കുറേ വീഡിയോസിൻ്റെ തമ്പനെയിൽ, അതായത് എൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഇനി ഒരല്പം എഡിറ്റഡ് വെർഷനാണ്. കാരണം സത്യം മനസ്സിലായി, ഈ കോപ്പിറൈറ്റ് വയലേഷൻസ് ഒത്തിരി വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒറിജിനൽ സ്ക്രീൻഷോട്ട് കാണിക്കാൻ പറ്റില്ല. കാരണം അവരുടനെ അവരുടെ മുഖം കാണിച്ചു എന്നും പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ സ്ക്രീൻഷോട്ട് കാണിക്കാൻ പറ്റില്ല. സ്ക്രീൻഷോട്ടിൽ പറയുന്നതിൻ്റെ കണ്ടൻറ്റ് മാത്രം ഞാനൊന്ന് എഴുതി കാണിക്കാം. ആദ്യത്തെ നോക്കുക. ഞാൻ കഴിക്കുന്ന 4 സപ്ലിമെൻറ്റുകൾ. നിങ്ങളുടെ പല രോഗങ്ങളും മാറും ഈ സപ്ലിമെൻ്റ് കഴിച്ചാൽ. ശരീരത്തിലെ എല്ലാ ചുളിവുകളും മാറും ഈ വൈറ്റമിൻ കഴിച്ചാൽ. ഈ ഒരു വൈറ്റമിൻ കഴിച്ചാൽ മതി നിങ്ങളുടെ പല രോഗങ്ങളും മാറും. ഇത് 2-3 വീഡിയോസിൻ്റെ ഹെഡ്ലൈൻസാണ്. ഇതൊക്കെ പറയുന്നത് ഒരു മനോജ് ജോൺസൺ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം സ്വയം പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്നാണ്. പക്ഷേ ഡോക്ടറായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യോഗയിലും നാച്ചുറോപ്പതിയിൽ നിന്നാണ് എനിക്ക് വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഒരു അടുത്ത വീഡിയോസ് ഞാൻ കണ്ടുപിടിച്ചത് ഒരു ഷിംജി എന്ന് പറഞ്ഞ ഒരാളാണ്. സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് ക്ലിനിക്കിൻ്റെ ഒരു നാച്ചുറോപ്പതാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ഹെഡ്ലൈൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മളാകെ ചിരിച്ച് മണ്ണ് കപ്പിപ്പോവും. അത് എഴുതിയിരിക്കുന്നത്, ഈ സപ്ലിമെൻ്റ് കഴിച്ചാൽ ഉറക്കം തൂങ്ങി നടക്കുന്നവർ പടക്കുതിരയെ പോലെയാകുമെന്നാണ്.
പിന്നെയുള്ള അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് തമ്പലയിൽ ഇങ്ങനെയാണ്: ഈ വൈറ്റമിൻ കഴിച്ചാൽ ശരീരത്തിലെ ചുളിവുകൾ മാറി വെളുത്തു തുടുക്കും. അതിനോടൊപ്പം ആഫ്റ്റർ ആൻഡ് ബിഫോർ എന്ന് പറഞ്ഞ് ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഒരാൾ കറുത്തിരിക്കുന്നു, ഒരാളുടെ കൈ വെളുത്തിരിക്കുന്നു, മുഖം വെളുത്തിരിക്കുന്നു. ആൾക്കാരൊക്കെ ഇടിച്ചു കയറി കാണുകയും മേടിക്കുകയും ചെയ്യില്ലേ. ഇനി മറ്റൊരു കക്ഷിയാണ് ഒരു ഡോക്ടർ രാജേഷ് കുമാർ. തിരുവനന്തപുരം സ്വദേശിയാണ്, ഹോമിയോപ്പതിയാണ്. അദ്ദേഹം ഹോമിയോപ്പതിയാണ് പഠിച്ചതെങ്കിൽ സംസാരിക്കുന്ന മുഴുവൻ വൈറ്റമിൻസിനെ കുറിച്ചാണ്. ഈ ഹോമിയോപ്പതിയിൽ എവിടെയാണ് വൈറ്റമിൻ എന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറയുന്നത് പ്രായം കൂടുന്തോറും ചെറുപ്പം നിലനിർത്താൻ കഴിക്കേണ്ട 3 വൈറ്റമിനുകൾ, പിന്നെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ ഈ വൈറ്റമിൻ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിയുടെ തമ്പനയിൽ പോകുന്നത്. പിന്നെ വേറൊരെണ്ണം കണ്ടുപിടിച്ച രസകരമായ എണ്ണം കഴിഞ്ഞാൽ 40 വയസ്സിന് ശേഷം യുവത്വം നിലനിർത്താൻ കഴിക്കേണ്ട 4 വൈറ്റമിനുകൾ. അത് പറയുന്നതോ ഒരു വൈശാഖ് കടക്കൽ എന്നൊരു ആയുർവേദ ഡോക്ടർ. ഈ ആയുർവേദ ഡോക്ടർ ഈ വൈറ്റമിനുമായിട്ട് എന്താണോ ബന്ധം? ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. പക്ഷേ എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. കാരണം ഇതൊന്നും എടുത്തു കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് പറയുമ്പോഴത്തേക്ക് ഉടനെ ഇവർ ചാടിക്കയറിയിട്ടുള്ള ഇവരുടെ ആദ്യത്തെ ഈ വീഡിയോ ചെയ്യുന്നവരുടെ പറച്ചിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ന്യൂട്രീഷനിസ്റ്റുകളാണ്, ന്യൂട്രീഷൻ പറയുന്നതിന് ഡോക്ടർക്ക് എന്താണ് വിഷയം, പറഞ്ഞോളൂ, പഠിപ്പിച്ചോളൂ, നല്ല കാര്യം ചെയ്തോളൂ. പക്ഷേ ഏത് ന്യൂട്രീഷൻ സയൻസിലാണ് നിങ്ങൾ ഇന്നത് കഴിച്ചാൽ ഉറങ്ങിക്കിടക്കുന്നവർ എന്നാ പടക്കുതിരയെ പോലെ മാറും എന്നൊക്കെ പറഞ്ഞുള്ള ഈ എന്നാ പറയണേ, നമ്മുടെ ചില സിനിമയിലെ ഡയലോഗുകളൊക്കെ ഇട്ട് തമ്പേരിപ്പെട്ടു. അതിൻ്റെ അർത്ഥം ഇതിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ ക്രമക്കേടുണ്ടെന്നുള്ളല്ലേ. അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന 4 സപ്ലിമെൻറ്റുകൾ, ഒരാൾ ഞാൻ 4 എണ്ണം കഴിച്ചെന്ന് വിചാരിച്ച് നാട്ടുകാരെല്ലാം കഴിക്കണമെന്നൊക്കെ പറയുന്നതിനകത്ത് അതിലെവിടെയാണ് ഈ ന്യൂട്രീഷൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ഒരു സബ്ജക്റ്റുകാരെ കളിയാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറച്ച് കാണിക്കാനോ ഒന്നുമല്ല. ഇപ്പം ഞാൻ അന്വേഷിച്ച് വന്നപ്പോൾ ഇത് കൂടുതൽ ആൾക്കാർ ഈ നാച്ചുറോപ്പതിക്കാരാണ് ഈ ടൈപ്പ് ഹെഡ്ലൈൻ ഇട്ട് തമ്പലൈൻ ഇട്ട് പരിപാടികളായിട്ട് ഇറങ്ങിയിരുന്നത്. അതുകൊണ്ട് കാണിച്ചെന്നുള്ളൂ. എനിക്ക് ഇവരുമായിട്ട് യാതൊരു വഴക്കുമില്ല, ഒന്നുമില്ല. ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ബൈജൂസ് വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനൽ കയറി നോക്കി കാണാം. ഈ ടൈപ്പ് ഹെഡ്ലൈൻസും തമ്പലൈൻസുമാണ് മുഴുവൻ. ആൾക്കാർ വാങ്ങിച്ച് കഴിക്കാതിരിക്കുമോ? ഇത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇവിടെ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുണ്ട്. ഇതുപോലെയുള്ള ഡോക്ടർമാരുടെ ഇൻ്റർവ്യൂ എടുത്തിട്ട് ഇവർ സമൂഹ സേവനം ചെയ്യുന്നവരാണ്, പാർശ്വഫലങ്ങളില്ലാത്ത മരുന്ന് കൊടുക്കുന്നവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരല്ലേ മരുന്ന് മാഫിയയുടെ ആൾക്കാർ? പക്ഷേ ഈ ഓൺലൈൻ പ്രവർത്തകരും ഇവരും എല്ലാം പറയും മോഡേൺ മെഡിസിൻകാരാണ് മരുന്ന് മാഫിയയുടെ ആൾക്കാർ. ഇതുപോലെ ആൾക്കാർക്ക് മരുന്ന് കൊടുക്കുന്ന ഇവരെയല്ലേ നമ്മൾ മരുന്ന് മാഫിയ എന്ന് വിളിക്കേണ്ടത്? ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഈ സപ്ലിമെൻ്റ് മാർക്കറ്റിനെ കുറിച്ച് അറിയണം. ഈ സപ്ലിമെൻ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു $1 മില്യൺ ബിസിനസ്സാണ്. നമ്മുടെ ഇന്ത്യയെ മാത്രമല്ല, അമേരിക്കയിൽ ഇത് ഏതാണ്ട് ഒരു വർഷം $34 ബില്യൺ കച്ചവടമാണ് നടക്കുന്നത്. ഏതാണ്ട് 1500ഓളം സപ്ലിമെൻ്റ് ഫാക്ടറികളോടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഇപ്പം കേരളത്തിലൊക്കെ ഇതുപോലെയുള്ള യൂട്യൂബ് ഡോക്ടേഴ്സ് ഇത് പ്രചാരണത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് അമേരിക്കയുടെ അത്രയും തന്നെ ബിസിനസ് ഈ സപ്ലിമെൻ്റ് മാർക്കറ്റ് നടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് ഒരു വർഷം 8% CAGR ഗ്രോത്ത് ഉണ്ടെന്നുള്ളതാണ് ഈ നമ്മുടെ ഈ സപ്ലിമെൻ്റ് മാർക്കറ്റിൽ ഇവരെ പോലുള്ളവരുടെ പ്രൊമോഷൻ കൊണ്ട് വരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നിട്ടും ഇവർ തന്നെ പറയും ഞങ്ങളല്ല, മറ്റുള്ളവരാണ് മരുന്ന് മാഫിയ. അപ്പോൾ ഇതിലാരാണ് മരുന്ന് മാഫിയ? നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, അതായത് നമ്മുടെ യഥാർത്ഥ മരുന്ന് കൊടുക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഏതാണ്ട്